അവന്റെ മമ്മി നേരത്തെ മരിച്ചുപോയതാ. എന്നെ ഏട്ടനെയും പോലെ തന്നെ. പക്ഷേ എന്നെ ഏട്ടനെ സ്നേഹിക്കാൻ മാളു ചേച്ചിയുണ്ട്. അവനങ്ങനെ ആരുമില്ല ചേച്ചി. ഒരനിയത്തി ഉണ്ടെങ്കിലും അവനുമായിട്ടത്ര രസത്തിലൊന്നുമല്ല. അവളൊരു പ്രത്യേക ടൈപ്പാ. പാവം, സ്നേഹിക്കാൻ ആരുമില്ലാത്തവരുടെ അവസ്ഥ വല്ലാത്ത കഷ്ട. ഈ ലോകത്ത് ഭക്ഷണവും വസ്ത്രവും കഴിഞ്ഞ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹം മോളെ. അതിരിക്കട്ടെ, ആ റിലേഷനില് നീ സീരിയസ് ആണോ? ആ, അതിപ്പോ സീരിയസ് ആണോ അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റാ? അർജുനോട് നിനക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ കാശുകാരനല്ലെന്നറിഞ്ഞതോടുകൂടി നീ അതിന് പിന്മാറി. നാളെ ആര്യന്റെ ബിസിനസ് ഒക്കെ പൊടിഞ്ഞ് കുത്തുവാളെ എടുത്താലോ? നീ റിലേഷനിൽ നിന്ന് പിന്മാറോ? ഞാൻ നമ്മുടെ കഷ്ടപ്പാടുകള് സത്യന് അറിയാവുന്നതുകൊണ്ട് അവര് സ്വർണ്ണമാലയൊന്നും പ്രതീക്ഷിക്കില്ല മോളെ. അവര് പ്രതീക്ഷിക്കോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ കീർത്തിക്ക് അതിന്റെ നാണക്കേട്. പോരാത്തതിന് ദിവ്യപ്രഭാന്റെയും അവരോടെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. നമ്മുടെ കഴിവിനൊത്ത സ്വർണ്ണ ഇട്ട് തന്നെ മിഥുനെ സ്വീകരിക്കണം. മാല, നമുക്കേ ഈ മാല കൊടുത്തിട്ട് വേറൊരെണ്ണം വാങ്ങിച്ചാലോ? താലി അമ്മയൊരു ചരടിലിട്ടോളാം. ഏയ്, അത് വേണ്ടമ്മ. അമ്മയ്ക്ക് ആകെയുള്ള സ്വർണ്ണ ഇതാ. ഈ മാല അമ്മയുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ. എനിക്ക് മാലയൊന്നും വേണ്ട മോളെ. ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക എന്നുള്ളതാ പ്രധാനം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. തൽക്കാലം ഞാൻ വേണ്ടെന്ന് മാത്രം പറഞ്ഞു. അവര് രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടാലും ഇങ്ങോട്ടെത്തുമ്പോൾ ഉച്ചയാവും. അതിനു മുമ്പേ മാല വാങ്ങാനൊരു വഴി തുറക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛനെ കാത്തിരിക്കണ്ട. മിക്കവാറും ആ ശവാനന്ദന്റെ കൂടെ കാണും.